ജോലി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ബിസിനസ് സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സമ്പത്തിൽ നിന്നൊരു അംശം, ഒരു ഭാഗം ബിസിനസ്സിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ചെലവ് നമ്മൾ ചുരുക്കണം. വലിയ വീടെടുത്ത് അല്ലെങ്കിൽ വലിയ കല്യാണങ്ങൾ കഴിച്ച് നമ്മൾ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച് വിഡ്ഢികളാകരുത്. പണമുള്ളവർ കഴിച്ചോട്ടെ, പണമുള്ളവർ ഉണ്ടാക്കിക്കോട്ടെ. പക്ഷെ സാധാരണക്കാരായ ആളുകൾ മറ്റുള്ള മുതലാളിമാരെ ഇമിറ്റേറ്റ് ചെയ്ത് അനുകരിച്ച് നമ്മൾ കടക്കാരായി മാറരുത്. നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 50 രൂപയെ നമ്മൾ ചെലവഴിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഒരു 50 രൂപ എടുത്തു വെക്കണം. എന്തിനെ? അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവാനല്ല. ഒരു എമൗണ്ട് വരും, എന്തെങ്കിലും ഒരു കച്ചവടം, എന്തെങ്കിലും ഒരു ബിസിനസ്, എന്തെങ്കിലും വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അത് എടുത്തു വെക്കണം. നമ്മൾ എൻജോയ് ചെയ്യുന്നത്, നമ്മൾ ആസ്വദിക്കുന്നതൊക്കെ നമ്മുടെ അസറ്റ് വിറ്റിട്ടല്ല, ഉള്ള സ്ഥലങ്ങൾ വിറ്റിട്ട് അങ്ങനെയല്ല. നമ്മൾക്ക് പുറത്തു നിന്ന് വരുന്ന, ഉറങ്ങുമ്പോൾ വരുന്ന വരുമാനങ്ങൾ ഉണ്ടാകും. ബിൽഡിങ്ങിൽ നിന്ന്, ക്വാർട്ടേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഷോപ്പിൽ നിന്ന്. ആ വരുമാന മാർഗങ്ങളിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ടായിരിക്കണം നമ്മൾ വണ്ടിയെടുക്കേണ്ടതും നമ്മൾ ലാവിഷാക്കേണ്ടതൊക്കെ. ആ രീതിയിൽ സമ്പദ്ഘടനയിൽ ഒരു കൃത്യമായൊരു ഓർഡർ നമ്മൾക്കില്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്താകും? നമ്മുടെ ജീവിതം പെട്ടെന്നൊരു ഷോ ആയിരിക്കും. പിന്നെ നമ്മൾ കുമിളകളെ